കത്തോലിക്ക വിശ്വാസം എന്ന പ്രഭാഷണ പരമ്പരയിലെ 18ാമത്തെ വീഡിയോ ആണ് ഇത്. പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാം ആളായ ക്രിസ്തുവിന് ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കണമെങ്കിൽ തികച്ചും പാപരഹിതയായ, അതായത് അമലോത്ഭവ ആയ ഒരു സ്ത്രീയുടെ സഹായം കൂടിയേ തീരുകയുള്ളൂ. ബൈബിളിന്റെയും യുക്തിചിന്തയുടെയും വെളിച്ചത്തിൽ ഇക്കാര്യം വിശദീകരിക്കുവാനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉദ്യമിച്ചിരിക്കുന്നത്. തത്വശാസ്ത്രത്തിൽ, അതായത് ഫിലോസഫിയിൽ, നമ്മൾ ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് അപഗ്രഥിച്ച് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. അതായത് ദൈവത്തിന്റെ ഓരോ ഗുണവും അനന്തം അഥവാ ഇൻഫിനിറ്റ് ആണ്. ദൈവത്തിന്റെ പരിശുദ്ധി അല്ലെങ്കിൽ ഹോളിനെസ് അനന്തം ആണ്. ഇക്കാരണത്താല് ദൈവം തെറ്റിനെ അഥവാ പാപത്തെ അനന്തമായി വെറുക്കുന്നു. തന്മൂലം ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാപം ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിനു മുമ്പിൽ അനന്തമായ ശിക്ഷയ്ക്ക്, ഇൻഫിനിറ്റ് പെനാലിറ്റിക്ക് അർഹനായി മാറുന്നു. എന്നാൽ ഇതിന് പരിഹാരം ചെയ്യാനുള്ള കഴിവ് പരിമിതനായ മനുഷ്യനില്ല. മനുഷ്യരെല്ലാവരും ജീവിതത്തിൽ ഒരു പാപമെങ്കിലും ചെയ്തിട്ടുള്ളവരുമാണ്. ഇക്കാരണത്താല് എല്ലാ മനുഷ്യരും നരകശിക്ഷയ്ക്ക് അർഹരാണെന്ന് ബൈബിൾ പറയുന്നു. യേശു അനന്തമായ മഹത്വമുള്ള, ഇൻഫിനിറ്റ് ഗ്ലോറി ഉള്ള ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ്. അതിനാല് യേശുവിന്റെ കുരിശുമരണം, അതിന്റെ വില, വാല്യൂ എന്ന് പറയുന്നതും അനന്തമാണ്. ഇന്ന് ഒരാള് യേശുവിൽ ശരിയായ വിശ്വാസം അർപ്പിക്കുവാൻ തയ്യാറാകുന്നു എന്ന് കരുതുക. അപ്പോൾ യേശുവിന്റെ കുരിശുമരണത്തിന്റെ ഈ അനന്ത യോഗ്യതയാൽ അയാളുടെ പേരിലുള്ള അനന്തമായ കടം ക്ഷമിക്കപ്പെടും. അയാള് നീതീകരിക്കപ്പെട്ട് നരകശിക്ഷയുടെ അവസ്ഥയിൽ നിന്ന് രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെ മാത്രമേ ഒരു മനുഷ്യന് ദൈവത്തിന്റെ നീതിപീഠത്തിന് മുമ്പിൽ യോഗ്യതയോടെ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ആദി മാതാപിതാക്കളുടെ ആദ്യ പാപത്തിന് ശേഷം ദൈവം മനുഷ്യന് എന്തെങ്കിലും കൃപകൾ, അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം അടിസ്ഥാനം യേശുവിന്റെ കുരിശുമരണമാണ്. ഇനി നമുക്ക് ഒരു ഉദാഹരണത്തിന്റെ കാര്യത്തിലേക്ക് വരാം. അതായത് ഒരു കർഷകൻ, അയാള് പല സസ്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. വർഷത്തിന്റെ പകുതിയാകുമ്പോഴാണ് വിളവെടുപ്പ്. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ അയാള് ഒരു വ്യാപാരിയുടെ, മർച്ചന്റ് അടുത്ത് കൊണ്ടുപോയി വിൽക്കുന്നു. വ്യാപാരിയിൽ നിന്ന് പണവും സ്വീകരിക്കുന്നു. ഇനി വ്യാപാരിക്ക് സമ്മതമാണെങ്കിൽ അയാൾക്ക് ഒരു കാര്യം ചെയ്യാം. വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ വ്യാപാരിയുടെ പക്കൽ നിന്ന് പണം സ്വീകരിക്കാം. വർഷത്തിന്റെ പകുതിയാകുമ്പോൾ വിളവെടുപ്പാകും. അപ്പോൾ ഉൽപ്പന്നങ്ങൾ വ്യാപാരിയെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊള്ളാം എന്നുള്ള വ്യവസ്ഥയിൽ. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, ആദി മാതാപിതാക്കളുടെ ആദ്യപാപത്തിന് ശേഷം ദൈവം മനുഷ്യന് എന്തെങ്കിലും കൃപകൾ നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം അടിസ്ഥാനം യേശുവിന്റെ കുരിശുമരണമാണ്. ഇനി വേണമെങ്കിൽ യേശുവിന്റെ നിറവേറാൻ പോകുന്ന കുരിശുമരണത്തിന്റെ യോഗ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് യേശുവിന്റെ ജനനത്തിന് മുൻപ് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും ദൈവത്തിന് കൃപകൾ നൽകാൻ സാധിക്കും, പാപക്ഷമ നൽകാൻ സാധിക്കും. ബൈബിൾ പഴയ നിയമത്തിലൂടെ കടന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള നിരവധി അവസരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് രാജാവ്, അദ്ദേഹം ജീവിച്ചിരുന്നത് യേശുവിന് 1000 വർഷങ്ങൾക്ക് മുമ്പാണ്. നമുക്കറിയാം, ദാവീദ് വലിയ ഒരു പാപം ചെയ്തു. അതിനുശേഷം തെറ്റ് ദൈവത്തോട് ഏറ്റുപറഞ്ഞു. ദൈവം ആ പാപം ക്ഷമിക്കുന്നുമുണ്ട്. 32ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും
ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അങ്ങയുടെ കരം എന്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എന്റെ ശക്തി വരണ്ടുപോയി. എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എന്റെ അകൃത്യം ഞാൻ മറച്ചുവെച്ചില്ല. എന്റെ അകൃത്യങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ഈ 32-ാം സങ്കീർത്തനം അത് ദാവീദ് രചിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ കാണുക, ഇവിടെ ദാവീദിന്റെ പാപം ദൈവം ക്ഷമിക്കുന്നു. എന്നാൽ യേശുവിന്റെ കുരിശുമരണത്തെ ആസ്പദമാക്കിയല്ലാതെ ദൈവത്തിന് ഒരു മനുഷ്യന്റെ പാപം ക്ഷമിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ യേശു ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യേശുവിന്റെ അരങ്ങേറാൻ പോകുന്ന ആ കുരിശുമരണത്തിന്റെ യോഗ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവം ഇവിടെ ദാവീദിന്റെ പാപം ക്ഷമിക്കുന്നു. ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തില് പ്രവാചകന്റെ പാപം ദൈവം ക്ഷമിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാ ജീവിച്ചിരുന്നത് യേശുവിന് 800 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ യേശുവിന്റെ അരങ്ങേറാൻ പോകുന്ന ആ കുരിശുമരണത്തിന്റെ യോഗ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് യേശുവിന് 800 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യെശയ്യാ പ്രവാചകന്റെ പാപം ദൈവം ക്ഷമിക്കുന്നു. ഇനി ബൈബിൾ പഴയ നിയമത്തിലൂടെ കടന്നു വരുമ്പോൾ ഇസ്രായേൽക്കാരുടെ നിരവധിയായ പാപങ്ങൾ ദൈവം ക്ഷമിക്കുന്നതായും അവർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതായും നമ്മൾ വായിക്കുന്നു. ഇതെല്ലാം യേശുവിന്റെ നിറവേറാൻ പോകുന്ന ആ കുരിശുമരണത്തിന്റെ യോഗ്യതയെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതായത് യേശുവിന്റെ അരങ്ങേറാൻ പോകുന്ന കുരിശുമരണത്തിന്റെ യോഗ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് യേശുവിന്റെ കാലത്തിന് മുൻപ് ജീവിച്ചിരുന്ന വ്യക്തികൾക്കും ദൈവത്തിന് കൃപകൾ നൽകാൻ സാധിക്കും, അവരുടെ പാപം മോചിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ദൈവിക ജീവൻ അല്ലെങ്കിൽ ഡിവൈൻ ലൈഫ് അതിന്റെ കാര്യത്തിലേക്ക് വരാം. നമുക്കറിയാം, മൃഗങ്ങൾക്ക് ഒരു ശരീരമുണ്ട്, ഈ ശരീരത്തിന് ഒരു ജീവനുമുണ്ട്. ഇത് മൃഗങ്ങളുടെ ശാരീരിക ജീവൻ അല്ലെങ്കിൽ ഫിസിക്കൽ ലൈഫ് ആണ്. ഇനി മൃഗങ്ങൾക്കുള്ളതുപോലെ തന്നെ മനുഷ്യർക്കുമുണ്ട് ഒരു ശരീരം, ഈ ശരീരത്തിനും ജീവനുണ്ട്. ഇത് മനുഷ്യന്റെ ശാരീരിക ജീവൻ അല്ലെങ്കിൽ ഫിസിക്കൽ ലൈഫ് ആണ്. എന്നാൽ ബൈബിളിലേക്ക് വരുമ്പോൾ ഈ ശാരീരിക ജീവന് പുറമെ മറ്റൊരു ജീവൻ കൂടി ദൈവം മനുഷ്യന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ദൈവിക ജീവൻ അല്ലെങ്കിൽ ഡിവൈൻ ലൈഫ് ആണ്. ശാരീരിക ജീവൻ എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചുണ്ടാക്കുന്ന ഒരു ജീവനാണ്. എന്നാൽ ദൈവിക ജീവന്റെ കാര്യം അങ്ങനെയല്ല, അത് സൃഷ്ടിച്ചുണ്ടാക്കുന്ന ജീവനല്ല. ദൈവിക ജീവൻ ദൈവത്തിന്റെ സ്വന്തം ജീവനാണ്. അതിന് ആരംഭമോ അവസാനമോ ഇല്ല. ദൈവിക ജീവൻ ദൈവത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നിരവധി ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുണ്ട്. ഒരു പവർ ഹൗസിൽ നിന്ന്, ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിസിറ്റി നമ്മുടെ ഈ വീടുകളിലെ ഉപകരണങ്ങളിലേക്ക് കടന്നു വരുന്നു. ഇത് സാധ്യമാകണമെങ്കിൽ ഈ പവർ ഹൗസും നമ്മുടെ വീടും തമ്മിൽ ഇലക്ട്രിക് ലൈൻ കമ്പി കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കണം. ഇനി ഏതെങ്കിലും ഒരു മരമോ മറ്റോ ഒടിഞ്ഞു വീണ് ഈ ലൈൻ കമ്പി പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കറണ്ട് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയില്ല. ദൈവിക ജീവൻ ദൈവത്തിന്റെ സ്വന്തം ജീവനാണ്. അത് മനുഷ്യനിലേക്ക് കടന്നു വരണമെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവവുമായി ശരിയായ സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. ഈ സ്നേഹബന്ധം മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവിക ജീവൻ ഒരു മനുഷ്യനിലേക്ക് കടന്നു വരികയില്ല. ഇനി നമുക്ക് ആദത്തിന്റെയും ഹവ്വായുടെയും കാര്യത്തിലേക്ക് വരാം. ആദത്തെയും ഹവ്വായെയും ദൈവം നേരിട്ട് സൃഷ്ടിച്ചു. ആ അവസരത്തിൽ അവർക്ക് ശാരീരിക ജീവൻ നൽകി. എന്നാൽ ശാരീരിക ജീവന് പുറമെ ദൈവിക ജീവനും ദൈവം അവർക്ക് സമൃദ്ധമായി നൽകിയിരുന്നു. ഇക്കാരണത്താല് തങ്ങൾ മനസ്സ് വയ്ക്കുന്ന പക്ഷം, അതായത് ചെയ്യരുത് എന്ന് തങ്ങൾ തീരുമാനിക്കുന്ന പക്ഷം, ജീവിതത്തിൽ നിന്ന് ഏത് പാപത്തെയും മാറ്റി നിർത്താനുള്ള കഴിവ് ആദത്തിനും ഹവ്വായിക്കും ഉണ്ടായിരുന്നു. ആദത്തിനും ഹവ്വായിക്കും തുടക്കത്തിൽ തന്നെ
ദൈവത്തോട് ഒരു പരിധിവരെ സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവിക ജീവൻ അവർക്ക് നൽകാൻ ദൈവത്തിന് സാധിച്ചത്. എന്നാൽ തുടർന്നുള്ള ജീവിതത്തില് തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ചിന്തിച്ച് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ ഇവർ ആഴത്തിൽ തെരഞ്ഞെടുക്കണം. ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ അവർ ഉറയ്ക്കണം. അങ്ങനെ ദൈവിക ജീവൻ അവരിൽ സ്ഥിരപ്പെടണം. ഇതായിരുന്നു ദൈവത്തിന് അവരെക്കുറിച്ചുള്ള പദ്ധതി. എന്നാൽ ആദവും ഹവ്വായും ദൈവം വിലക്കിയിരുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്ന് ആദ്യ പാപം ചെയ്തു. ഇതോടെ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം മുറിഞ്ഞു. ദൈവിക ജീവൻ അവരിലേക്ക് കടന്നു വരാതെയായി. ഇനി ചെയ്യരുതെന്ന് തങ്ങൾ മനസ്സ് വെച്ചാലും തീരുമാനിച്ചാലും ഇവര് പാപം ചെയ്തു പോകും. ഇവരില് ഒരു സിൻഫുൾ നേച്ചർ, പാപപ്രകൃതി ഉണ്ടായിരിക്കുന്നു. ആഗ്രഹിച്ചാലും പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവ് ഇനി ഇവർക്ക് ഇല്ല. ആദത്തിൽ നിന്നും ഹവ്വായിൽ നിന്നുമാണ് മനുഷ്യവംശം മുഴുവൻ ഉത്ഭവിച്ചിരിക്കുന്നത്. മനുഷ്യരായ നമ്മളെല്ലാവരും അവരുടെ സന്തതി പരമ്പരയാണ്. ഇക്കാരണത്താല് ആദവും ഹവ്വായും ചെയ്ത ആദ്യ പാപത്തിൽ മനുഷ്യവംശം മുഴുവൻ പങ്കുപറ്റിയിരിക്കുന്നു എന്നതാണ് ബൈബിളിന്റെ മാനദണ്ഡം. ഇക്കാരണത്താല് ഇന്ന് ഓരോ മനുഷ്യ ശിശുവും ജനിക്കുന്നത് ദൈവിക ജീവൻ ഇല്ലാതെ പാപപ്രകൃതിയോടുകൂടി ആണ്. ആദത്തിന്റെയും ഹവ്വായുടെയും ആദ്യ പാപത്തിൽ മനുഷ്യരായ നമ്മളെല്ലാവരും പങ്കുപറ്റുന്നു. ഈ പങ്കുപറ്റലിനെയാണ് ദൈവശാസ്ത്രത്തിൽ നമ്മൾ ഒറിജിനൽ സിൻ അല്ലെങ്കിൽ ഉത്ഭവ പാപം എന്ന് വിളിക്കുന്നത്. ഇനി ആദവും ഹവ്വായും വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്ന് ആദ്യ പാപം ചെയ്തില്ലായിരുന്നു എന്ന് കരുതുക. പിന്നെയോ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് അവര് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ കൂടുതൽ ആഴത്തിൽ തെരഞ്ഞെടുത്തു. അതിൽ സ്ഥിരപ്പെടുകയും ചെയ്തു. ഇതിനു ശേഷമാണ് അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഉത്ഭവ പാപം, ഒറിജിനൽ സിൻ എന്ന ഒരു പ്രശ്നമേ ഉണ്ടായിരിക്കുകയില്ല. ആ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ദൈവിക ജീവന്റെ നിറവോടുകൂടി ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഈ ഭൂമിയിൽ മനുഷ്യവംശം പെരുകിയാൽ ഇവിടെ ഉണ്ടാകുന്നത് മാലാഖമാരെ പോലത്തെ, അതായത് പാപപ്രകൃതി ഇല്ലാത്ത ഒരു പറ്റം മനുഷ്യർ ആയിരിക്കും. പാപം എന്ന പ്രശ്നം പിന്നെ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. അതായത് നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ആദവും ഹവ്വായും ആദ്യ പാപം ചെയ്തു. ഇതിനു ശേഷം അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ആ കുഞ്ഞുങ്ങൾക്ക് ജന്മന ദൈവിക ജീവൻ കാണത്തില്ല, പാപപ്രകൃതി അവരിൽ ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ആദ്യ പാപം ചെയ്യാതെ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ സ്ഥിരപ്പെട്ടതിന് ശേഷം ആദിമാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ആ കുഞ്ഞുങ്ങളിൽ ജന്മനാ തന്നെ ദൈവിക ജീവന്റെ നിറവ് ഉണ്ടായേ മതിയാവുകയുള്ളൂ. അതായത് ദൈവിക ജീവന്റെ നിറവോടുകൂടി കുഞ്ഞുങ്ങൾ ജനിക്കുക എന്നത് ദൈവശാസ്ത്രപരമായി സാധ്യമായ ഒരു കാര്യം, തിയോളജിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ആണ്. ഇനി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ആദിമാതാപിതാക്കളുടെ ആദ്യ പാപത്തിന് ശേഷം ദൈവം മനുഷ്യന് എന്തെങ്കിലും കൃപകൾ നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം അടിസ്ഥാനം യേശുവിന്റെ കുരിശുമരണം ആണ്. ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു, യേശുവിന്റെ നിറവേറാൻ പോകുന്ന കുരിശുമരണത്തിന്റെ യോഗ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് യേശുവിന്റെ കാലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർക്കും ദൈവത്തിന് കൃപകൾ നൽകാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള നിരവധി അവസരങ്ങൾ കാണുന്നുമുണ്ട്. ഇനി യേശുവിന്റെ കാലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പ്രത്യേക പെൺകുട്ടിയുടെ കാര്യം നിങ്ങൾ പരിഗണിക്കുക. വേണമെങ്കിൽ യേശുവിന്റെ നിറവേറാൻ പോകുന്ന കുരിശുമരണത്തിന്റെ യോഗ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പെൺകുട്ടി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷത്തിൽ തന്നെ അവളുടെ ഒറിജിനൽ സിൻ അല്ലെങ്കിൽ ഉത്ഭവ പാപം ദൈവത്തിന് ക്ഷമിച്ചു കളയാം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ആ നിമിഷം മുതൽ തന്നെ ദൈവിക ജീവൻ അവളിലേക്ക് ദൈവത്തിന് ചൊരിയാൻ സാധിക്കും. ഇനി ഈ പെൺകുട്ടി ജനിച്ചു. തുടർന്നുള്ള അവളുടെ ജീവിതത്തിൽ അവൾ ദൈവകൃപയോട് സഹകരിക്കുന്നു എന്നിരിക്കട്ടെ. ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ ആഴത്തിൽ തിരഞ്ഞെടുക്കുകയും അതിൽ ഉറയ്ക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ പെൺകുട്ടിയെ ജീവിതകാലം മുഴുവൻ പാപരഹിതയായി കാത്തു സൂക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കും.
അതായത് ഈ പെൺകുട്ടിയെ യേശുവിന്റെ നിറവേറാൻ പോകുന്ന കുരിശുമരണത്തിന്റെ യോഗ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് ആദാമിക പാപത്തിന്റെ അല്ലെങ്കിൽ ഉത്ഭവ പാപത്തിന്റെ എല്ലാ പരിണിത ഫലങ്ങളിൽ നിന്ന്, എഫക്ട്സിൽ നിന്ന് കാത്തു സൂക്ഷിക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതായത് അമലോത്ഭവത്വം അല്ലെങ്കിൽ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറയുന്നത് ദൈവശാസ്ത്രപരമായി സാധ്യമായ, തിയോളജിക്കലി പോസിബിൾ ആയ ഒരു കാര്യമാണെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ ആദാമിക പാപത്തിന്റെ അല്ലെങ്കിൽ ഉത്ഭവ പാപത്തിന്റെ സംക്രമണത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാം. അതായത് ആദവും ഹവ്വായും വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്ന് ആദ്യ പാപം ചെയ്തു. പിന്നീട് തുടർന്നുള്ളവരുടെ ജീവിതത്തിൽ അവർ വേറെയും പാപം ചെയ്തു. ആദത്തിനും ഹവ്വായിക്കും സേത്ത് എന്നു പേരുള്ള ഒരു പുത്രൻ ജനിച്ചു. ഈ സേത്ത് ആദാമിക പാപത്തിൽ പങ്കുപറ്റിയിരിക്കുന്നു. സേത്ത് ആദാമിക പാപത്തിൽ പങ്കുപറ്റിയിരിക്കുന്നത് സേത്തിന്റെ കുറ്റം കൊണ്ടല്ല. പിന്നെയോ ആദ്യപാപം ചെയ്തവരും തുടർന്ന് ജീവിതത്തിൽ വ്യക്തിപരമായ പാപങ്ങൾ വേറെയും ചെയ്തവരും ആയ ആദവും ഹവ്വായും ജന്മം കൊടുത്തതുകൊണ്ടാണ് സേത്ത് ആദാമിക പാപത്തിൽ പങ്കുപറ്റിയിരിക്കുന്നത്. ഇനി സേത്ത് ആദാമിക പാപത്തിൽ പങ്കുപറ്റി ജീവിതത്തിൽ തുടർന്ന് സേത്ത് വേറെയും പാപങ്ങൾ ചെയ്തു. സേത്തിന് ഏനോഷ് എന്നു പേരുള്ള ഒരു പുത്രൻ ജനിച്ചു. ഏനോഷും ആദാമിക പാപത്തിൽ പങ്കുപറ്റിയിരിക്കുന്നു. എന്നാൽ ഇത് ഏനോഷിന്റെ കുറ്റം കൊണ്ടല്ല. ആദാമിക പാപത്തിൽ പങ്കുപറ്റിയവനും വ്യക്തിപരമായ മറ്റു പാപങ്ങൾ ചെയ്തവനുമായ സേത്ത് ജന്മം കൊടുത്തു എന്ന കാരണത്താലാണ് ഏനോഷ് ആദാമിക പാപത്തിൽ പങ്കുപറ്റിയിരിക്കുന്നത്. അതായത് ഇവിടെ കുറ്റം ഏനോഷിന്റേതല്ല, പിന്നെയോ സേത്തിൻ്റെതാണ്. ഈ ചങ്ങല തുടർന്നും മുന്നോട്ട് പോകുന്നു. അങ്ങനെ മറിയത്തിന്റെ മാതാപിതാക്കൾ വരെ എത്തി. മറിയത്തിന്റെ മാതാപിതാക്കളും ആദാമിക പാപത്തിൽ പങ്കുപറ്റിയിരിക്കുന്നു. തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ അവർ വ്യക്തിപരമായ വേറെയും പാപങ്ങൾ ചെയ്തു. ഇനി മറിയത്തിന്റെ മാതാപിതാക്കൾ മറിയത്തിന് ജന്മം നൽകി. മറിയവും തീർച്ചയായിട്ടും ആദാമിക പാപത്തിൽ പങ്കുപറ്റിയിരിക്കുന്നു. കാരണം ആദാമിക പാപത്തിൽ പങ്കുപറ്റിയവരും വ്യക്തിപരമായ മറ്റു പാപങ്ങൾ ചെയ്തിട്ടുള്ളവരുമായ മാതാപിതാക്കളാണ് മറിയത്തിന് ജന്മം നൽകിയിരിക്കുന്നത്. ഇനി മറിയം നമ്മെപ്പോലെ ഒരു സാധാരണ സ്ത്രീ ആണ് എന്ന് കരുതുക. മറിയം ആദാമിക പാപത്തിൽ പങ്കുപറ്റി തുടർന്നുള്ള അവളുടെ ജീവിതത്തിൽ അവൾ വേറെയും പാപങ്ങൾ ചെയ്തു. ഈ മറിയം ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ ആ കുഞ്ഞും തീർച്ചയായിട്ടും ആദാമിക പാപത്തിൽ പങ്കുപറ്റിയിരിക്കും. ഇക്കാര്യം നമുക്ക് നിഷേധിക്കുവാനായിട്ട് പറ്റത്തില്ല. ക്രിസ്തുവിന് മനുഷ്യാവതാരം ചെയ്യുന്നതിന് മുൻപ് തന്നെ അസ്തിത്വം ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്തുവിൽ ഉണ്ടായിരുന്നത് ഒരു ദൈവിക ഘടകം, ഡിവൈൻ എസൻസ് മാത്രമാണ്. മനുഷ്യാവതാര വേളയിൽ ക്രിസ്തു മറിയത്തിൽ നിന്ന് ഒരു മാനുഷിക ഘടകം വാങ്ങി അത് തന്റെ ദൈവിക ഘടകത്തോട് കൂട്ടിച്ചേർത്തു. ദൈവശാസ്ത്രത്തിൽ നമ്മൾ ഇതിനെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നാണ് വിളിക്കുന്നത്. ഇനി മറിയം നമ്മെപ്പോലെ ഒരു സാധാരണ സ്ത്രീ, പാപിയായ ഒരു സാധാരണ സ്ത്രീ ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ മറിയത്തിൽ നിന്ന് മാനുഷിക ഘടകം സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവും ആദാമിക പാപത്തിൽ പങ്കുപറ്റി എന്ന് നമുക്ക് പറയേണ്ടി വരും. സാങ്കേതികമായി ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിന് മറിയത്തിൽ നിന്ന് ഒരു മാനുഷിക ഘടകം സ്വീകരിക്കാനും അത് തന്റെ ദൈവിക ഘടകത്തോട് കൂട്ടിച്ചേർക്കാനും ജീവിതകാലം മുഴുവൻ പാപരഹിതനായി ഇരിക്കുവാനും സാധിക്കും. ഇതിൽ സാങ്കേതിക തടസ്സങ്ങളില്ല. എന്നാൽ പാപിയായ മറിയത്തിൽ നിന്ന് മാനുഷിക ഘടകം സ്വീകരിക്കുമ്പോൾ ക്രിസ്തു ആദാമിക പാപത്തിൽ പങ്കുപറ്റി എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കുവാനായിട്ട് പറ്റത്തില്ല. ഇനി നമുക്ക് ഉത്ഭവമുണ്ട്. നമ്മൾ ഓരോരുത്തരും ആദാമിക പാപത്തിൽ പങ്കുപറ്റിയിരിക്കുന്നു. എന്നാൽ അത് നമ്മുടെ വ്യക്തിപരമായ കുറ്റം കൊണ്ടല്ല. ആദാമിക പാപത്തിൽ പങ്കുപറ്റിയവരും പാപികളുമായ മാതാപിതാക്കൾ ജന്മം നൽകി എന്ന കാരണത്താലാണ് നമ്മൾ ആദാമിക പാപത്തിൽ പങ്കുപറ്റിയിരിക്കുന്നത്. എന്നാൽ ക്രിസ്തു ആദാമിക പാപത്തിൽ പങ്കുപറ്റുകയാണെങ്കിൽ അത് അറിഞ്ഞുകൊണ്ടാണ്. കാരണം മനുഷ്യനായി അവതരിക്കുന്നതിന് മുൻപ് തന്നെ ക്രിസ്തുവിന് അസ്തിത്വമുണ്ട്. ഈ ക്രിസ്തു പാപിയായ മറിയത്തിൽ നിന്ന് ഒരു മാനുഷിക ഘടകം സ്വീകരിച്ചാൽ ക്രിസ്തു അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്തു ആദാമിക പാപത്തിൽ പങ്കുപറ്റുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ സംബന്ധിച്ച്
അത് വ്യക്തിപരമായ ഒരു പാപം കൂടിയാണ് എന്നുള്ള വസ്തുത നമ്മൾ വിസ്മരിക്കരുത്. ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഞാനിത് ഒന്നുകൂടി വിശദീകരിക്കാം. അതായത്, എനിക്ക് ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് മോഷണം നടത്തി 1,00,000 രൂപ സമ്പാദിച്ചു. ഈ വിവരം ഞാൻ അറിയുന്നില്ല. ഞാൻ അവനിൽ നിന്ന് 10,000 രൂപ സഹായം സ്വീകരിച്ചു. വാസ്തവത്തിൽ ഞാനും ഇപ്പോൾ അവന്റെ ആ മോഷണത്തിൽ പങ്കുചേരുന്നുണ്ട്. എന്നാൽ അത് അറിഞ്ഞുകൊണ്ടല്ല. എനിക്ക് വ്യക്തിപരമായി ഇക്കാര്യത്തിൽ കുറ്റമില്ല. ഇനി സുഹൃത്ത് പണം ഉണ്ടാക്കിയത് മോഷണത്തിലൂടെയാണ് എന്ന വസ്തുത ഞാൻ അറിഞ്ഞു എന്ന് കരുതുക. ഇതിനുശേഷം ആ പണത്തിൽ നിന്ന് 10,000 രൂപ ഞാൻ സഹായം സ്വീകരിച്ചു. ഇപ്പോൾ തീർച്ചയായിട്ടും അവന്റെ മോഷണക്കുറ്റത്തിൽ ഞാൻ പങ്കുപറ്റുന്നുണ്ട് എന്ന് മാത്രമല്ല, അത് എന്റെ വ്യക്തിപരമായ ഒരു കുറ്റം കൂടിയാണ്. അതായത്, നമ്മൾ ആദാമിക പാപത്തിൽ പങ്കുപറ്റുന്നത് നമ്മുടെ വ്യക്തിപരമായ കുറ്റം കൊണ്ടല്ല. എന്നാൽ ക്രിസ്തു പാപിയായ മറിയത്തിൽ നിന്ന് ഒരു മാനുഷിക ഘടകം സ്വീകരിച്ച് മനുഷ്യനായി അവതരിച്ചാൽ ആദാമിക പാപത്തിൽ ക്രിസ്തു പങ്കുപറ്റുന്നു. ഇത് ക്രിസ്തുവിനെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു കുറ്റമാണ്. അതായത്, മോഷ്ടിച്ചതാണ് മുതൽ എന്ന് അറിഞ്ഞിട്ടും ഞാൻ എന്റെ സുഹൃത്തിൽ നിന്ന് അതിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നത് പോലെ. അതായത്, മറിയം നമ്മെപ്പോലെ പാപിയായ ഒരു സ്ത്രീയാണെങ്കിൽ മനുഷ്യാവതാര വേളയിൽ മറിയത്തിൽ നിന്ന് മാനുഷിക ഘടകം സ്വീകരിക്കുമ്പോൾ ക്രിസ്തു വ്യക്തിപരമായി ഒരു പാപം ചെയ്യുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ കുരിശുമരണം ക്രിസ്തുവിന്റെ തന്നെ വ്യക്തിപരമായ ഒരു പാപത്തിനും വേണ്ടിക്കൂടിയുള്ള പരിഹാരമാണെന്ന് പറയേണ്ടി വരും. ഇത് കാര്യങ്ങൾ വളരെ വിചിത്രമാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ക്രിസ്തു ആദാമിക പാപത്തിൽ പങ്കുപറ്റുക എന്നുള്ളത് തികച്ചും അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം ക്രിസ്തുവിൽ എല്ലാ സമ്പൂർണതയും നിവസിക്കണം എന്നതാണ് ദൈവഹിതം. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിനുമേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. അതായത്, ക്രിസ്തു ആദാമിക പാപത്തിൽ പങ്കുപറ്റുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഇനിയുള്ള പരിഹാരമാർഗം? ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുന്നതിനു വേണ്ടി ദൈവം അനാദിയിൽ തന്നെ മറിയം എന്ന സ്ത്രീയെ പ്രത്യേകം തെരഞ്ഞെടുത്തു. പാപിയായ മാതാപിതാക്കളിൽ നിന്നാണ് മറിയം ജനിക്കുന്നത്. തീർച്ചയായും മറിയം ആദാമിക പാപത്തിൽ പങ്കുപറ്റുന്നുണ്ട്. എന്നാൽ മറിയം അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ആദ്യ നിമിഷത്തിൽ തന്നെ ക്രിസ്തുവിന്റെ നിറവേറാൻ പോകുന്ന കുരിശുമരണത്തിന്റെ യോഗ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവം മറിയത്തിന്റെ ഉത്ഭവ പാപം അല്ലെങ്കിൽ ഒറിജിനൽ സിൻ ക്ഷമിച്ചു. അവളിലേക്ക് ദൈവിക ജീവന്റെ നിറവ് നൽകി. അങ്ങനെ മറിയം ഈ ഭൂമിയിൽ ജനിച്ചു. ജീവിതത്തിൽ പിന്നീടുള്ള കാലത്ത് മറിയം ദൈവകൃപയോട് തന്റെ സ്വതന്ത്ര മനസ്സുകൊണ്ട് സഹകരിച്ചു. ദൈവത്തോടുള്ള സമർപ്പണത്തെ ആഴത്തിൽ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അതായത്, ഉത്ഭവ പാപത്തിന്റെ അല്ലെങ്കിൽ ആദാമിക പാപത്തിന്റെ എല്ലാ പരിണിത ഫലങ്ങൾ, എഫക്ട്സ്, അവയിൽ നിന്നും ക്രിസ്തുവിന്റെ നിറവേറാൻ പോകുന്ന കുരിശുമരണത്തിന്റെ യോഗ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവം മറിയത്തെ ഉത്ഭവത്തിന്റെ ആദ്യ നിമിഷം മുതൽ സംരക്ഷിച്ചു. അതായത്, മറിയം ജീവിതത്തിൽ തികച്ചും പാപരഹിത ആയിരുന്നു. ഗബ്രിയേൽ മാലാഖ യേശുവിന്റെ ജനനത്തെ പറ്റിയുള്ള അറിയിപ്പ് നൽകാനായി മറിയത്തെ സമീപിക്കുന്ന ആ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. ഇവിടെ മറിയം തന്റെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ദൈവത്തോടുള്ള ആ സമർപ്പണത്തെ ആഴത്തിൽ തിരഞ്ഞെടുക്കുന്നതായി നമ്മൾ കാണുന്നു. അതായത്, ദൈവ കൃപയാല് യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയെ
മുന്നിൽ കണ്ടുകൊണ്ട് ദൈവം മറിയത്തെ ഉത്ഭവത്തിന്റെ ആദ്യ നിമിഷം മുതൽ എല്ലാവിധ പാപമാലിന്യങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിച്ചു. ഇനി നമുക്ക് ഹവ്വായെയും മറിയത്തെയും തമ്മിൽ താരതമ്യം ചെയ്യാം. ആദവും ഹവ്വായും ആദ്യ പാപം ചെയ്തു. അതിനുശേഷം അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു. ഇക്കാരണത്താല് ഈ കുഞ്ഞുങ്ങൾക്ക് ഒറിജിനൽ സിൻ, ഉത്ഭവപാപം എന്ന പ്രശ്നമുണ്ട്. ആദാമിക പാപത്തിൽ ഈ കുഞ്ഞുങ്ങൾ പങ്കുപറ്റുന്നു. ഇനി ആദവും ഹവ്വായും വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നുന്നില്ല എന്ന് കരുതുക. ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ ആഴത്തിൽ തെരഞ്ഞെടുത്തു. ഇതിനുശേഷം അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ആ കുഞ്ഞുങ്ങൾക്ക് ഉത്ഭവപാപം അല്ലെങ്കിൽ ഒറിജിനൽ സിൻ എന്ന പ്രശ്നമേ ഉണ്ടായിരിക്കുകയില്ല. അതായത് ഹവ്വ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ ആ കുഞ്ഞിന് ഉത്ഭവപാപം എന്ന പ്രശ്നം ഉണ്ടായിരിക്കുകയില്ല. ഇനി വ്യക്തിപരമായി നമ്മൾ മറിയത്തിലേക്ക് നോക്കുമ്പോൾ മറിയം വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നാത്ത ഹവ്വായെ പോലെയാണ്. അതായത് മറിയം ആദാമിക പാപത്തിൽ പങ്കുപറ്റുന്നുണ്ട്. എങ്കിലും ഉത്ഭവത്തിന്റെ ആദ്യ നിമിഷത്തിൽ തന്നെ ആ പ്രശ്നത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ നിറവേറാൻ പോകുന്ന കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ദൈവം അവൾക്ക് വിടുതൽ നൽകി. ഉത്ഭവപാപം അവളോട് ക്ഷമിക്കപ്പെട്ടു. ഇക്കാരണത്താല് വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ മറിയം വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നാത്ത ഹവ്വായെ പോലെയാണ്. മറിയം ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞില് ഉത്ഭവപാപം ഉണ്ടായിരിക്കുകയില്ല. ആ കുഞ്ഞ് ആദാമിക പാപത്തിൽ പിന്നെ പങ്കുപറ്റത്തില്ല. അതായത് വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ മറിയം വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നാത്ത ഹവ്വായെ പോലെയാണ്. അപ്പോൾ മനുഷ്യാവതാര വേളയിൽ ക്രിസ്തു ഈ മറിയത്തിൽ നിന്ന് ഒരു മാനുഷിക ഘടകം സ്വീകരിച്ചാൽ ക്രിസ്തു ആദാമിക പാപത്തിൽ പങ്കുപറ്റുന്നില്ല. അതായത് ആദാമിക പാപത്തിന്റെ സംക്രമണം എന്നീ ആ ചെങ്ങല മറിയത്തിൽ വെച്ച് മുറിഞ്ഞു പോയിരിക്കുന്നു. ഇനി നമുക്ക് മറിയത്തെയും യേശുവിനെയും തമ്മിൽ താരതമ്യം ചെയ്യാം. മറിയവും യേശുവും ജീവിതത്തിൽ ഒരിക്കലും ഒരു പാപവും ചെയ്തിട്ടില്ല. തികച്ചും പാപരഹിതരായിരുന്നു. എന്നാൽ മറിയം ആദാമിക പാപത്തിൽ പങ്കുപറ്റി. ക്രിസ്തു ആദാമിക പാപത്തിൽ പങ്കുപറ്റുന്നില്ല. മറിയം ആദാമിക പാപത്തിൽ പങ്കുപറ്റി. എങ്കിലും അതിന്റെ എല്ലാ പരിണിത ഫലങ്ങളിൽ നിന്നും ഉത്ഭവത്തിന്റെ ആദ്യ നിമിഷം മുതൽ തന്നെ ക്രിസ്തുവിന്റെ നിറവേറാൻ പോകുന്ന കുരിശുമരണത്തിന്റെ യോഗ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവം അവളെ കാത്തു സംരക്ഷിച്ചു. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നു. അതായത് തൃത്വത്തിലെ രണ്ടാം ആളായ ക്രിസ്തുവിന് മനുഷ്യനായി അവതരിക്കണമെങ്കിൽ അമലോത്ഭവയായ ഒരു സ്ത്രീയുടെ സഹായം കൂടിയേ തീരുകയുള്ളൂ. മറിയത്തിലൂടെ അത് നിറവേറി. ഇനി മറിയത്തിന്റെ അമലോത്ഭവത്വം, ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, അതേക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അനന്യമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിന്റെ ആനുകൂല്യത്താലും മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകളെ മുൻനിർത്തിയും ഏറ്റവും പരിശുദ്ധിയായ കന്യകാമറിയം അവളുടെ ഉത്ഭവത്തിന്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവഭാവത്തിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കപ്പെട്ടു.